അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മഹാരാഷ്ട്രയിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിമാരായി ഏകനാഥ് ഷിൻഡെയും അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 5:30 മുംബൈയിലെ ആസാദ് മൈതാനിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ടോ? ഏതൊക്കെ വകുപ്പുകൾ എന്നതിലും തീരുമാനമായിട്ടുണ്ടോ? വിജയകുമാർ, ഏതായാലും 5:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ആസാദ് മൈതാനിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ദേവേന്ദ്ര ഫട്നാവിസും ഒപ്പം അജിത് പവാറും ഏകനാഥ് ഷിൻഡെയുമാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ വകുപ്പുകളുടെ കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ടുള്ള ഒരു തർക്കം നിലനിൽക്കുന്നത്. ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാൻ BJP ഒരുക്കമല്ല, അത് വേണമെന്നുള്ള നിലപാടിൽ ഷിൻഡെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറച്ചു നിന്നാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ ഒരു നിലപാടിൽ നിന്ന് ഷിൻഡെ പുറകോട്ട് പോയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ നഗരവികസനം അടക്കമുള്ള ചില പ്രധാനപ്പെട്ട വകുപ്പുകളാവും ഷിൻഡെക്ക് പകരമായി ലഭിക്കുക. ധനകാര്യ വകുപ്പ് ഏതായാലും അജിത് പവാറിന് തന്നെയായിരിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 3 പേരുടെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇന്ന് നടക്കുന്നത്. അതിനുശേഷം മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞകൾ രാജ്ഭവനിൽ വെച്ച് നടക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിന് മുന്നോടി ഈ മന്ത്രിസഭാ വികസന സമയത്താണ് കൂടുതൽ ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരികയും ചെയ്യുക. ഏതായാലും പ്രധാനമന്ത്രി അടക്കം അമിത്ഷാ അടക്കമുള്ള പ്രമുഖരെ ഈ ചടങ്ങിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും 2000-ഓളം VVIPകളെ ഈ ചടങ്ങിലേക്ക് പ്രതീക്ഷിക്കുന്നു. 40,000-ലധികം ആളുകൾക്ക് ഇരിക്കാവുന്ന തരത്തിൽ ഒരു വലിയ പന്തലൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ മുംബൈ നഗരം ആകെയുള്ളത്. ഏതാണ്ട് 4000-ഓളം പോലീസുകാരെ ആസാദ് മൈതാനും പരിസരത്ത് മാത്രമായി നിയോഗിച്ചിട്ടുമുണ്ട്. വിജയകുമാർ. യെസ്, വൈകിട്ട് 5:30 സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും മാത്രമായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. മന്ത്രിസഭാ വികസനം പിന്നീടായിരിക്കും. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരും ഇടവേളയ്ക്ക് ശേഷം.